പൂജ ഒരു വ്യാജ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. മകളുടെ പിറന്നാൾ ആഘോഷം ഗ്വാളിയറിൽ കൊണ്ടുവച്ചു. ആ പിറന്നാൾ ആഘോഷത്തിലേക്ക് അജയ് സിംഗിനെയും മകൻ സന്തോഷിനെയും പൂജ ക്ഷണിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം വരുന്നില്ല. കാര്യം സുശീല ദേവിയും ഈ പൂജയും തമ്മിൽ അതുകൊണ്ട് സുശീല ദേവിയെ ക്ഷണിക്കാത്തതാണ് എന്ന് വിചാരിച്ചു. തുടർന്ന് ഈ മകളെയും കൂട്ടി ഈ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ഈ പൂജ അവിടേക്ക് പോയി. ആ സമയത്ത് തന്നെ ഈ കാമിനിയും അങ്കിതും ഈ സ്ഥലത്തെത്തുന്നു. ഈ സുശീലാദേവി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവർ വീടിനുള്ളിൽ കയറുകയും ഇവർ കൊണ്ടുവന്ന വിഷം ഈ സ്ത്രീയുടെ ഞരമ്പിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. പക്ഷേ ഇവർ മരണപ്പെടുന്നില്ല. ഇവർ വെപ്രാളം കാണിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി കഴുത്തിൽ തുണി ചുറ്റിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന 8 ലക്ഷത്തിൻ്റെ സ്വർണവുമായി ഈ അങ്കിതും കാമിനിയും ഇരുചക്ര വാഹനത്തിൽ സ്ഥലം വിടുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ അജയ് സിംഗും സന്തോഷമൊക്കെ തിരികെ വന്നെങ്കിലും പൂജ അവിടേക്ക് വരുന്നില്ല. ഈ മരണാനന്തര ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ടാണ് പൂജ അവിടേക്ക് വരുന്നത്. വന്ന പോലീസിന് ആദ്യം തന്നെ ഇതൊരു മോഷണ ശ്രമം നടന്നുവെന്ന് മനസ്സിലായി. പക്ഷേ പൂജ വരാത്തതിൽ ബന്ധുക്കൾ സംശയങ്ങൾ പറഞ്ഞു. തുടർന്നാണ് പോലീസ് പൂജയുടെ ഫോൺ പിടിച്ചു മേടിച്ച് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലൊരു കോളുകൾ തൻ്റെ സഹോദരിക്കും അതുപോലെ തന്നെ സഹോദരിയുടെ കാമുകനും വേണ്ടി പോയിട്ടുണ്ട്. ഇതോടുകൂടി കാര്യമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചു.